ആർക്കും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം. പ്രത്യേകിച്ച് എല്ലാ അന്വേഷണ ഏജൻസികളും ആര് ഭരിക്കുന്നോ അവരുടെ നിയന്ത്രണത്തിന് കീഴിലാകുമ്പോൾ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്തെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്തു നമുക്കൊക്കെ ഉത്തമ ബോധ്യമുള്ള കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം. ഒരു ബലാത്സംഗ കേസിലോ കൊലപാതക കേസിലോ പിടിച്ചുപറി കേസിലോ ഒന്നുമല്ല, രാഷ്ട്രീയ അഴിമതി കേസിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേജ്രിവാൾ പണം കൈപ്പറ്റി എന്നതിന്റെ തെളിവൊന്നും ഇതുവരെ ED കോടതിയിൽ ഹാജരാക്കിയിട്ടുമില്ല. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ BJP അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ ഒരു തരത്തിലും ഒരു പ്രചരണവും നടത്താൻ കഴിയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു. കൊടകര കുഴൽപ്പണ ഇടപാട് എന്തുകൊണ്ടാണ് ഒരിടത്തും എത്താതെ പോയത്? കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തതാണ്. എന്തുകൊണ്ടാണ് ഒരു പ്രതിയും അറസ്റ്റ് ചെയ്യപ്പെടാത്തത്? ഇത്തരത്തിൽ ഒത്തുതീർപ്പിലൂടെയാണ് നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ ജയിലിൽ അടച്ച് അദ്ദേഹത്തിന് വിജയം തടസ്സപ്പെടുത്താൻ നടത്തിയ നീക്കം ജനാധിപത്യ വിരുദ്ധമായിരുന്നു. അത് കോടതി തിരിച്ചറിഞ്ഞു.